തിരുവനന്തപുരം പേട്ടയിൽ നിന്നും കാണാതായ 2 വയസ്സുകാരിക്കായി വ്യാപക തെരച്ചിൽ. കുഞ്ഞിനെ കാണാതായിട്ട് 12 മണിക്കൂർ പിന്നിട്ടു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന. ഇന്നലെ രാത്രി 12:30 കുഞ്ഞിനെ കാണാതായത്. നാടോടി സംഘത്തിലെ ബാലികയെ സ്കൂട്ടറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയെന്നാണ് സൂചന. അതേസമയം കുഞ്ഞിന്റെ സഹോദരന്റെയും മാതാപിതാക്കളുടെയും മൊഴികളിൽ വൈരുദ്ധ്യമെന്ന് പോലീസ്. ആറ്റുകാൽ ക്ഷേത്ര പരിസരം കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. ഇവരുമായി MK വിനോദുമൊപ്പം പ്രശാന്തും അഖിൽ പാലോട്ടുമടം എന്നിവർ ചേരുകയാണ്. ആദ്യം MK വിനോദിലേക്ക്. വിനോദ്, 12 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു ഈ കുഞ്ഞിനെ കാണാതായിട്ട്. തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും സുരേഷ്, നമ്മൾക്കറിയാം ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ കുഞ്ഞിനെ കാണാതായ വിവരം മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത്. ഇവർ പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്കൂട്ടറിൽ വന്ന 2 പേർ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി എന്നുള്ള ഒരു മൊഴി ഇവർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ കുഞ്ഞിൻ്റെ സഹോദരൻ, മൂത്ത സഹോദരൻ, 3.5 വയസ്സുള്ള മൂത്ത സഹോദരൻ പറയുന്നത് ചോക്ലേറ്റ് നൽകാനായി തൻ്റെ അനിയത്തിയെ ഒരാൾ വിളിച്ചുകൊണ്ടുപോയി എന്നുള്ള തരത്തിലുള്ള മൊഴി പറയുന്നുണ്ട്. പക്ഷേ പോലീസ് നിലവിൽ ഈ കുഞ്ഞിനെ പറ്റി ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ അവർ ഇവിടെ കൊണ്ടുവന്ന നേരിട്ട് തന്നെ പരിശോധന നടത്തി. സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു നേരിട്ട് വന്ന് ഈ മാതാപിതാക്കളുമായി സംസാരിച്ചു. അതേപോലെ തന്നെ ഈ കുഞ്ഞിൻ്റെ സഹോദരൻ ആ കുഞ്ഞുമായിട്ടും ഒക്കെ തന്നെ സംസാരിച്ചു. പക്ഷേ ഈ കുഞ്ഞിനെ എങ്ങോട്ട് കൊണ്ടുപോയി, അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ, അല്ലെങ്കിൽ ജില്ല വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടോ തുടങ്ങിയ യാതൊരുവിധ സൂചനകളും പോലീസിൽ ലഭിച്ചിട്ടില്ല. അതുമാത്രമല്ല, പേട്ട റെയിൽവേ സ്റ്റേഷന് അടുത്ത് നിന്നാണ് ഈ കുഞ്ഞിനെ കാണാതായത്. അതുകൊണ്ട് ഈ ട്രെയിനിൽ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള സാഹചര്യമുണ്ടോ, അത്തരത്തിലുള്ള പരിശോധനയും പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും സമീപ സംസ്ഥാനങ്ങൾ വരെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആറ്റുകാൽ ക്ഷേത്രം കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇനിയിപ്പോൾ ഉത്സവകാലമാണ് വരുന്നത്. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട നിരവധി അന്യസംസ്ഥാന തൊഴിലാളികളും അതേപോലെ തന്നെ കലം വിൽപ്പനക്കാർ അടക്കമുള്ള നാടോടി വ്യാപാരികളൊക്കെ തന്നെ കൂടുതലായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇവർക്കൊപ്പമുള്ള കുഞ്ഞുങ്ങൾ, ഇവർക്കൊപ്പമുള്ള കുടുംബാംഗങ്ങൾ ഇവരെയൊക്കെ തന്നെ നിരീക്ഷിച്ചു വരുന്നു. ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ഭിക്ഷാടനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഘം ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുകയാണ്. എന്തായാലും പോലീസ് വിവിധ തരത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും കൃത്യമായ ഒരു മറുപടി പോലീസിന് പറയാൻ കഴിയുന്നില്ല. കുഞ്ഞിനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ, ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ, ഇതിനെ സംബന്ധിച്ച സൂചനകൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ഈ അവിടെ താമസിച്ചു വന്ന ഈ നാടോടി ദമ്പതികൾ, അല്ലെങ്കിൽ ഈ നാടോടികളായിട്ടുള്ള മറ്റു ചില സംഘങ്ങളുമുണ്ട്, ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായിരുന്നോ, ഇവർ തമ്മിൽ വൈരാഗ്യം ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഈ വിരോധത്തിൻ്റെ പേരിൽ ഈ കുഞ്ഞിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവർ ബീഹാർ സ്വദേശികളാണ്, ഇവർ നാടോടികളാണ്. വർഷത്തിൽ 2 മാസമൊക്കെയാണ് ഇവർ കേരളത്തിൽ വരുന്നത്. തേൻ വിറ്റ് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവർ വന്നു പോകുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റ് സംഘങ്ങൾ, ഇവർക്കൊപ്പമുള്ള സംഘങ്ങൾ ആരെല്ലാമാണ്, അവർക്കൊപ്പം എത്ര കുട്ടികളുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കുകയാണ്. എന്തായാലും പോലീസിന് ഇപ്പോഴും ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ. വിനോദ്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം, സ്കൂട്ടറിലാണ് ഇവരെത്തിയത് എന്നുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ, സൂചനയുടെ അടിസ്ഥാനത്തിൽ ആ അന്വേഷണം ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് വ്യാപാര സ്ഥാപനങ്ങളിലടക്കം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണോ? അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ഒപ്പം ഈ മൂത്ത സഹോദരൻ്റെയും മാതാപിതാക്കളുടെയും മൊഴികളിലെ വൈരുദ്ധ്യം, അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിൽ ഏതെങ്കിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ? സുരേഷ്, കൃത്യമായി തന്നെ പോലീസ് ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ ഭാഗത്തു നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിച്ചപ്പോൾ കുഞ്ഞിനെ ഈ പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോയതായി യാതൊരുവിധ സൂചനയും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് തിരുവനന്തപുരം നഗരം വിട്ട് ഈ കുഞ്ഞിനെ കൊണ്ടുപോയതായി ഞങ്ങൾ കരുതുന്നില്ല എന്ന് പറഞ്ഞത്. പിന്നീട് നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മൊഴികളിലൊക്കെ ചില വൈരുദ്ധ്യങ്ങളും ചില വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അത് സമ്പൂർണ്ണമായിട്ട് അത് മാതാപിതാക്കൾ കള്ളത്തരം പറഞ്ഞു എന്നൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന 4 കുട്ടികളിൽ ഒരാളെ കാണാതെ പോയ വിവരം ഈ മാതാപിതാക്കൾ തന്നെ ആണ് നേരിട്ട് വന്ന് പോലീസിനോട് പരാതി പറയുന്നത്. അതുമാത്രമല്ല, ഇവർ സംസാരിക്കുന്നത് ബീഹാറിലെ പ്രാദേശികമായ ഹിന്ദി ഭാഷയാണ്. അത് സാധാരണ ഹിന്ദി ഭാഷയിൽ സംസാരിച്ചാൽ പോലും, അല്ലെങ്കിൽ അവർ ആ ഒരു തരത്തിലുള്ള പ്രാദേശികമായ ഭാഷ സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ പോലീസ് ഇവരോട് സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ചില കാലതാമസമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജുവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം വന്ന് ഇവരുമായിട്ട് വിശദമായി
അവരുടെ ഭാഷയിൽ തന്നെ സംസാരിച്ച് ലഭിച്ച വിവരങ്ങൾ വെച്ച് പുറത്ത് പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർ ഏറെ ദുഃഖിതരാണ്. ഇവർ ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണാതെ പോയിരിക്കുന്നു എന്നുള്ള വിവരം ഇവർ തന്നെ നേരിട്ട് വന്ന് പോലീസിൽ പറയുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ നാടോടി സംഘങ്ങൾ സമാനമായ നിലയിൽ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് സമാനമായ നിലയിൽ നിരവധി നാടോടി സംഘങ്ങളുണ്ട്. അതുകൊണ്ട് ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇവരാരെങ്കിലും ഈ കുട്ടിയെ തട്ടിയെടുത്തതാണോ, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഈ കുട്ടിയെ വിൽപ്പന നടത്തിയതാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭിക്ഷാടന സംഘങ്ങൾ ആരെങ്കിലും ഈ കുഞ്ഞിനെ തട്ടിയെടുത്തതാണോ, അവയവ മാഫിയ ആണോ, ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? വാഹനത്തിൽ കടത്തിക്കൊണ്ട് പോയതിൻ്റെതായ ഒരു സൂചനയും CCTV വഴിയൊന്നും പോലീസിൽ ലഭിച്ചിട്ടുമില്ല. അതുകൊണ്ട് വളരെ ദുരൂഹമാണ് ഈ കേസ്. 2 വയസ്സുള്ള ഈ കുഞ്ഞിനെ ഇത്രയും മണിക്കൂറായിട്ട് ഈ കുഞ്ഞ് എവിടെയാണ്, ആർക്കൊപ്പമാണ്, ആരാണ് തട്ടിക്കൊണ്ടുപോയത് തുടങ്ങിയ യാതൊരുവിധ സൂചനയും പോലീസിൽ ലഭിക്കുന്നു.